ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ജൂൺ 4-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ പോലും എത്ര സീറ്റ് BJPക്ക് ലഭിക്കാവുന്നതാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് വീഡിയോയിലൂടെ പറയുന്നത് കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ആ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഏത് മണ്ഡലത്തിലായിരിക്കും സീറ്റ് കിട്ടുക എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാനിന്ന് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ BJP നേതാക്കൾ, പ്രവർത്തകരും വളരെ പ്രതീക്ഷയോടെ പറയുന്ന 6 മെയിൻ മണ്ഡലങ്ങളാണ് തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ. ഇതിൽ ഈ 6 മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പല BJP പ്രവർത്തകരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. BJP നേതാക്കളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് 5-6 സീറ്റ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമുക്കത് അനലൈസ് ചെയ്യാം, എത്ര സീറ്റ് BJPക്ക് കിട്ടും. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളിൽ ലീസ്റ്റ് ചാൻസ് ഉള്ള 2 മണ്ഡലങ്ങളാണ് പാലക്കാടും ആലപ്പുഴയും. പാലക്കാടും ആലപ്പുഴയും തീർച്ചയായിട്ടും BJPക്ക് വിജയിക്കാൻ സാധിക്കില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, BJP കഴിഞ്ഞ തവണത്തേക്കാളും വളരെ അധികം കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കും, അത് ഉറപ്പാണ്. കഴിഞ്ഞ തവണയേക്കാളും നല്ല രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ BJPക്ക് പാലക്കാടും ആലപ്പുഴയിലും സാധിക്കും. പക്ഷേ അതുകൊണ്ട് ഇവിടെ വിജയിക്കാനോ എന്തിന് 2-ാം സ്ഥാനത്ത് പോലും എത്താൻ സാധിക്കില്ല, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ 2 മണ്ഡലങ്ങൾ നമ്മൾ മാറ്റിവെച്ചു. പിന്നെയുള്ളൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലും വളരെ ശക്തമായ രീതിയിലാണ് ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു മേൽക്കൈ അല്ലെങ്കിൽ മന്ത്രി V. മുരളീധരനൊക്കെ വലിയ രീതിയിലൊന്നും അവിടെ പ്രവർത്തിക്കാനോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മുരളീധരൻ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ നേടിയ വോട്ട് പെർസെൻറ്റേജോ അതിനേക്കാളും ഒരു 1% വോട്ട് വ്യത്യാസമോ മാക്സിമം, അല്ലെങ്കിൽ ഒരു 2% ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ ഒരു 2-ാം സ്ഥാനം മാക്സിമം കിട്ടാം. അതിൽ കൂടുതൽ വിജയിക്കാനുള്ള യാതൊരു സാധ്യതയും ആറ്റിങ്ങലിൽ കാണുന്നില്ല. അങ്ങനെ 3 മണ്ഡലങ്ങൾ നമ്മൾ നോക്കി. BJPക്ക് ആ 3 സീറ്റും നേടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയുള്ള 3 സീറ്റാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ. ഈ 3 മണ്ഡലങ്ങളിൽ ലീസ്റ്റ് ചാൻസ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പറയാവുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ BJPക്ക് 100% ചാൻസ് ഉള്ളൊരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട. ആ തുടക്കത്തിൽ അനിൽ ആൻ്റണി സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷവും BJPക്ക് നല്ല ചാൻസ് ആയിരുന്നു. തൃശ്ശൂരിനേക്കാളും തിരുവനന്തപുരത്തിനേക്കാളും നല്ല ചാൻസ് പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ സുരേന്ദ്രന് ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് പിടിച്ചിരുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ ഒരു 10% ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പത്തനംതിട്ട BJPക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു മണ്ഡലമായിരുന്നു. അത് എന്തുകൊണ്ടോന്നറിയില്ല, കേരള BJP പ്രവർത്തകരുടെ വ്യക്തമായ പ്ലാനിങ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര BJP ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവർ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ സിമ്പിളായിട്ട് കൈ പോരാവുന്നൊരു മണ്ഡലമായിരുന്നു പത്തനംതിട്ട. കാരണം അവിടെ വളരെ ശക്തമായ രീതിയിൽ ആൻറ്റി ഇൻകംപൻസി 2 പേർക്കെതിരെ, LDFൻ്റെയും UDFൻ്റെയും കാൻഡിഡേറ്റിനെതിരെ ഉണ്ടായിരുന്നു. ആൻ്റണി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റി ഇൻകംപൻസി നേരിടുന്ന ഒരു MP ആൻ്റണിയാണ് UDFൻ്റെ. പിന്നെ LDFൻ്റെ രണ്ടാം പിണറായി സർക്കാരാണിനോട് ഒരുപാട് ആൻറ്റി ഇൻകംപൻസി ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പ്രത്യേകിച്ച് തോമസ് ഐസക്കിനോടും ഒരുപാട് പേർക്ക് ഒരു വിരോധമുണ്ട്. പിന്നെ അദ്ദേഹം ഇലക്ഷൻ്റെ സമയത്ത് നടത്തിയ ക്രിസ്ത്യൻ വിരുദ്ധ കുറച്ച് പ്രസ്താവനകളും ക്രിസ്ത്യൻ വോട്ടുകൾ തോമസ് ഐസക്കിനെതിരായിരുന്നു. അപ്പം നല്ലൊരു ചാൻസ് BJPക്ക് കിട്ടിയിട്ടും അത് അനിൽ ആൻ്റണി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ അനിൽ ആൻ്റണിക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം BJPക്കാരൊന്ന് ഇൻറ്റേർണലി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു നല്ല രീതിയിൽ ഒരുപക്ഷെ ഇപ്പോൾ ആലോചിക്കും PC ജോർജ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിരുന്നു. അനിൽ ആൻ്റണിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അത് യാഥാർത്ഥ്യമാണ്, പക്ഷേ സത്യമാണ്. അദ്ദേഹം പക്ഷേ നല്ല രീതിയിൽ വേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഒരുപാട് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനോ പുള്ളിക്കാരന് സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് BJP കേന്ദ്രത്തിൻ്റെ തന്നെയാണോ അല്ലെങ്കിൽ സംസ്ഥാന BJPയുടെയാണോ പിടിപ്പുകേടാണോ എന്നറിയില്ല, കയ്യിൽ കിട്ടാവുന്ന പത്തനംതിട്ട സീറ്റ് അവർ വെറുതെ കളഞ്ഞു മുടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിൽ ആൻ്റണി ഒരുപാട് പിന്നോട്ട് പോയി. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ അതിനേക്കാളും താഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാലും വിജയപ്രതീക്ഷ പത്തനംതിട്ടയിൽ ഇല്ല എന്ന് നമുക്ക് തന്നെ പറയേണ്ടി വരും.
ഇനിയുള്ള 2 മണ്ഡലങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. അത് നമുക്ക് തിരുവനന്തപുരം BJP കിട്ടുമോ നോക്കാം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെ നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ, വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ, അതായത് അതായത് എന്താ പറയുക, ഒരു കാൻഡിഡേറ്റിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെ നല്ല കട്ടയ്ക്ക് നിന്ന് അദ്ദേഹം പണിയെടുത്തിട്ടുണ്ട്. അത് വെറും ഹാർഡ് വർക്ക് മാത്രമല്ല, ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടുമുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനം പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് പുള്ളിക്കാരന് ജയിക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. അതായത് നമുക്കൊരു 50-50 തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് 50% പുള്ളിക്കാരൻ ജയിക്കാനും 50% ശശി തരൂർ ജയിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ പുള്ളിക്കാരന് അവിടെ ജയിക്കാതിരിക്കാനുള്ള ഈ 50% ജയിക്കാതിരിക്കാനുള്ള സാധ്യത വരാനുള്ള കാരണം അവിടെ നല്ല രീതിയിൽ ത്രികോണ മത്സരം നടന്നില്ല എന്നൊരു ഇതാണ്. കാരണം തുടക്കത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ നല്ല രീതിയിലൊരു ത്രികോണ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവസാനത്തോടെടുത്തപ്പോൾ, ഇലക്ഷൻ്റെ അവസാന റൗണ്ടിലൊക്കെ എത്തിയപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ പുറകോട്ട് പോയി. അപ്പോൾ അവിടെ നേരിട്ടുള്ള ഫൈറ്റ് ശശി തരൂർ വെസ് രാജീവ് ചന്ദ്രശേഖർ എന്ന രീതിയിലായി. അപ്പം പിക്ചർ അവിടെ ക്ലിയർ ആയിരുന്നു. അവിടെ ഒരുപാട് BJP വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ, ഒരിക്കലും BJP ജയിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന BJP വോട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയർ പിക്ചറായിരുന്നു. BJP ജയിപ്പിക്കാതിരിക്കാൻ ശശി തരൂരിന് വോട്ട് ചെയ്യുക എന്നത് നല്ല ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ക്രോസ് വോട്ടിൻ്റെ സാധ്യത അവിടെ തിരുവനന്തപുരത്ത് നന്നായിട്ട് കൂടി. പന്ന്യൻ രവീന്ദ്രൻ പുറകോട്ട് പോയപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയ സാധ്യത ചെറുതായിട്ട് പുറകോട്ട് വന്നു. എന്നാലും 50% ചാൻസ് രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. അതായത് അവിടെ നല്ലൊരു ഫോർമുലയാണ്. അതായത് ഈ പന്ന്യൻ രവീന്ദ്രൻ 29% കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, പന്ന്യൻ രവീന്ദ്രൻ 29% കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ വിജയം രാജീവ് ചന്ദ്രശേഖരൻ ആയിരിക്കും. 100% ഗ്യാരണ്ടി. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ്റെ വോട്ട് പെർസെൻറ്റേജ് 29% താഴെ പോയി കഴിഞ്ഞാൽ, 28, 27 അതിനകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ വിജയം ശശി തരൂരിനായിരിക്കും. ഇതാണ് സിമ്പിൾ ഫോർമുല. അപ്പോൾ അതുകൊണ്ട് BJP പ്രവർത്തകർക്ക് ആശ്വസിക്കാം, ഒരു 50% ചാൻസ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രൻ ജയിക്കാനുള്ളത് നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇനി അവസാനത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ അപേക്ഷിച്ച് സുരേഷ് ഗോപിക്ക് ഒരു പോസിറ്റീവ്സ് ഉണ്ട് തൃശ്ശൂർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ വളരെ ശക്തമായ രീതിയിൽ യാഥാർത്ഥ്യത്തിൽ ത്രികോണ മത്സരം തന്നെയായിരുന്നു. അവിടെ 3 പേരും കട്ടയ്ക്കായിരുന്നു. കാരണം 3 പേർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് രാജീവ് ചന്ദ്രശേഖരനെ അപേക്ഷിച്ച് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രോസ് വോട്ടിനുള്ള സാധ്യത തൃശ്ശൂർ കുറഞ്ഞു. കാരണം BJP, പ്രത്യേകിച്ച് ന്യൂനപക്ഷ BJP ഒരിക്കലും ജയിക്കരുതെന്ന് വിചാരിക്കുന്ന BJP വോട്ടുകളിൽ കുറേ ആൾക്കാർ കൺഫ്യൂഷനിലായിരുന്നു. അവസാന ദിവസം വരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതായത് സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ വേണ്ടി ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, സുനിൽകുമാറിന് വോട്ട് ചെയ്യണോ അതോ മുരളീധരന് വോട്ട് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ്റെ ഫലമായിട്ട് BJP വോട്ടുകൾ ഈക്വലായിട്ടല്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് ഈക്വലായ രീതിയിൽ കുറച്ചൊക്കെ സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു CPM CPI പ്രവർത്തകനാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എത്ര BJPക്കാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയം സാധ്യത ഉള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങൾ ക്രോസ് വോട്ട് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, അത് വളരെ കുറവാണ്. അതുകൊണ്ട് 3 സ്ഥാനാർത്ഥികൾക്കും അവരുടെ വിജയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രോസ് വോട്ട് നല്ല രീതിയിൽ തൃശ്ശൂർ നടക്കാൻ സാധ്യതയില്ല. നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നല്ല രീതിയിൽ നടന്നിട്ടില്ല ക്രോസ് വോട്ട് ചെയ്യാൻ വിചാരിച്ച ആൾക്കാർ പോലും തെറ്റിയിട്ട് ചിലർ പറയുന്നു സുനിൽകുമാർ ജയിക്കുമെന്ന്, ചിലർ പറയുന്നു മുരളീധരൻ ജയിക്കുമെന്ന്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനിൽ ക്രോസ് വോട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയെ തുണച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കേരളത്തിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും 1 മുതൽ 2 സീറ്റ് വരെ കിട്ടാം. ഒരു സീറ്റ് ഉറപ്പാണ്. തിരുവനന്തപുരം കൂടി കിട്ടുകയാണെങ്കിൽ 2 സീറ്റ് കിട്ടാം. 1 to 2 ആണ് ഇന്ന് കേരളത്തിൽ BJPക്ക് കിട്ടാവുന്ന സീറ്റ്.